പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചുവെന്ന് ഗണേഷ് കുമാർ കോടതിയിൽ പോയാൽ അപ്പോൾ കാണാം ജനറൽ ബോഡിയുടേതാണ് അന്തിമ തീരുമാനമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. കോടതി ചോദിക്കുമ്പോൾ കോടതി ബോധ്യപ്പെടുത്തും. നമ്മൾ ഏത് കാര്യം വന്നാലും കോടതി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തല്ലേ പറ്റൂ. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ജനറൽ ബോഡി 100-300 ആൾക്കാർ ചേർന്നെടുത്തൊരു സ്പെഷ്യൽ കമ്മിറ്റിയാണ്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ ആളില്ല. ശ്വേത പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ട ശ്വേതയാണ്. ഞങ്ങളുടെ മുതലല്ല. അടിസ്ഥാനപരമായി എടുക്കുന്ന അന്തിമ തീരുമാനം ജനറൽ ബോഡിയുടേതാണ്. ജനറൽ ബോഡിയുടെ തീരുമാനത്തെ നിരസിക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട്. അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്നേഹമോൾ, ഈ ജനറൽ ബോഡിക്ക് ശേഷം രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ശ്വേതാ മേനോൻ തന്നെയാണ്. അമ്മയുടെ ബൈലോ പ്രകാരമാണെങ്കിൽ അത് ലെറ്ററായിട്ട് അവിടെ എത്തുകയും വേണം. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമപരമായിട്ടുള്ളൊരു സാധ്യത ഇവർ രാജിവെച്ചില്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ ശ്വേതയുടെ തീരുമാനം എന്താണ്? കാരണം ഇനിയും സമയം അങ്ങനെയെങ്കിൽ ഇവർ രാജിവെച്ചില്ല എങ്കിൽ അവർക്ക് കാലാവധി അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുകയും ചെയ്യും. എന്താണ് സംഭവിക്കുന്നത് സ്നേഹമോൾ നൈനാൻ? പ്രതീക്ഷ, കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ വെച്ച് ചേർന്നത്. ഈ ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഒരു അവിശ്വാസം പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. 204 അംഗങ്ങളാണെന്ന് ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ 101 പേരും ഈ ശ്വേതാ മേനോനെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും ഒരു അവിശ്വാസം പാസാക്കുകയും ചെയ്തു. പക്ഷേ ഇതിന്മേലൊരു ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ താൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത പുറത്തേക്ക് വരികയും വൈകാരികമായ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു വൈകാരികമായ പ്രതികരണം മാത്രമാണ് ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ഔദ്യോഗികമായി ശ്വേതാ മേനോൻ അടക്കമുള്ള ആളുകൾ, ശ്വേതാ മേനോൻ, ലക്ഷ്മിപ്രിയ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ രാജി സമർപ്പിച്ചിട്ടില്ല. അതുതന്നെയാണ് അഡ്ഹോക് കമ്മിറ്റിയും വ്യക്തമാക്കുന്നത്. പക്ഷേ അമ്മയുടെ ബൈലോയിൽ ഇനി ഭരണസമിതി ഏതെങ്കിലും കാരണവശാൽ ഒഴിയുകയാണെങ്കിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരണം എന്ന് അമ്മയുടെ ബൈലോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്നത് നിലവിലെ ഭരണസമിതി തന്നെ തുടരുകയാണ് എന്നാണ്. അപ്പോൾ ഈ കാര്യത്തിലാണ് രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് വിശദീകരണം നൽകിയത്. അതായത് പെട്ടെന്നൊരു ദിവസം താൻ ഈ സ്ഥാനത്ത് നിന്നും ഒഴിയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സംഘടനയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോരുക സാധ്യമല്ല. ഒട്ടേറെ പേർ, സഞ്ജീവിനി അടക്കമുള്ള പദ്ധതികളുണ്ട്, ഒട്ടേറെ പേർ ഈ സംഘടനയെ ആശ്രയിച്ച് കഴിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാതി വഴി കിട്ടിട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ അന്തിമ തീരുമാനം എന്ത് നടന്നാലും അതിന്റെ അന്തിമ തീരുമാനം ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡി ചേർന്നാണ് 8 അംഗങ്ങളുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചത്. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാം. പക്ഷേ തങ്ങൾ ഒരിക്കലും ഈ രാജി അവരുടെ പക്കൽ നിന്നും ആവശ്യപ്പെടില്ല എന്നാണ് എന്നെ പറയുന്നത്. അതുമാത്രമല്ല, ഉടൻ തന്നെ അടുത്ത ജനറൽ ബോഡി യോഗം ചേരും. തുടർന്നാണ് ഇനി അടുത്ത ഭരണസമിതി അംഗങ്ങൾ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുക. അതുമാത്രമല്ല, കഴിഞ്ഞ ജനറൽ ബോഡിയിലെ മിനിറ്റ്സിൽ പോലും ഈ അംഗങ്ങൾ രാജിവെച്ചത്, ഭരണസമിതി രാജിവെച്ചതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ശ്വേതാ മേനോന് മുൻപുള്ള ഒരു ടേമിലെ ഭരണസമിതി എന്ന് പറയുന്നത് മോഹൻലാൽ അധ്യക്ഷനായ ഭരണസമിതിയായിരുന്നു. ആ ഭരണസമിതി രാജിവെച്ചപ്പോഴും അടുത്ത ഭരണസമിതി ചുമതല ഏൽക്കുന്നത് വരെ ഇത് തുടർന്നു എന്നാണ്. അപ്പോൾ ഇതിന്റെ ആകമൊത്തുള്ളൊരു വിശദീകരണം എന്നത് അന്തിമ തീരുമാനം ജനറൽ ബോഡിയാണ്. ഈ ജനറൽ ബോഡിയാണ് അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നിലവിലെ അമ്മയുടെ ചുമതല അഡ്ഹോക് കമ്മിറ്റിക്കാണ് എന്നതാണ്. ശരി സ്നേഹമോൾ, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ അമ്മയിൽ അടിമുടി ആശയക്കുഴപ്പം തുടരുകയാണ്.